ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള ആ ഒരു ഫീലിങ്സുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് തന്നെ നമ്മളിവിടെ ഒരു പൈൽ റീഡിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കാർഡുകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ 2 കാർഡുകളിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പൈൽ ഇവിടെ 3 ഓഫ് വൺസ് ആണ്, അതുപോലെ സെക്കൻഡ് പൈൽ ഏസ് ഓഫ് വൺസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് പൈൽ റീഡിംഗ് എന്ന രീതിയിലായിരിക്കും ഈ ഒരു റീഡിംഗ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരു പൈൽ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള ആ ഒരു വ്യക്തിക്കുള്ള ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആ ഒരു മുഖം, ആ ഒരു പേഴ്സൺ നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 8 ഓഫ് വൺസ് ആണ് ഫസ്റ്റ് കാർഡിൽ കിട്ടിയിട്ടുള്ളത്. നൈറ്റ് ഓഫ് കപ്സ് സെക്കൻഡ് കാർഡ്, 4 ഓഫ് കപ്സ്, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോർഡ്സ്, ദ എംപറർ കാർഡ്. ഓക്കെ, 9 ഓഫ് കപ്സ്, 10 ഓഫ് സോർഡ്സ്, 5 ഓഫ് സോർഡ്സ്, the hanged man, 10 of pentacles, justice card, queen of cups. ഇത്രയും കാർഡുകളാണ് നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കിട്ടിയിരിക്കുന്ന കാർഡുകൾ. 3 ഓഫ് വൺസ് എന്ന് പറയുന്ന ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്ന, ഈ ഒരു പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്കുള്ള റീഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഫസ്റ്റ് കാർഡ് തന്നെ 8 ഓഫ് വൺസ്, പിന്നെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ്, ഈ 2 കാർഡുകളാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഫീലിങ്സുകൾ നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെക്കുറിച്ച് പലപ്പോഴും അവർ ചിന്തിക്കുന്നു, നിങ്ങളോട് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു, കണക്ട് ചെയ്യാനും ഉള്ള ഒരു അർജ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സംസാരിച്ചില്ല എങ്കിൽ ഒട്ടും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ അവർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് അവർ വളരെ റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സുകൾ അവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ആൻഡ് ലവബിൾ ഫീലിങ്സ് ഒക്കെ നിങ്ങളോട് തോന്നുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ, ഏത് തരത്തിലുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിലും ആരെക്കുറിച്ചാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫീലിങ്സുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇതോടൊപ്പം ഒരു ശരിക്കും ഒരു പൂർണ്ണതയില്ലായ്മ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഉണ്ടെങ്കിലും എന്തോ ഒരു മിസ്സിങ് എന്നൊരു ഫീലിംഗ് അവർക്കുണ്ട്. ചിലപ്പോൾ അവർ ഇമോഷണലി ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. പിന്നെ ക്യൂൻ ഓഫ് സോർഡ്സും അതുപോലെ എംപറർ കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ അവര് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്ലിയർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ അവർ തന്നെ വളരെ ഒരു കൺട്രോൾ ആയ രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. ആ ഒരു ഈഗോ, കൺട്രോള് അല്ലെങ്കിൽ ഒരു ഡൊമിനൻസ് എന്നീ കാര്യങ്ങളൊക്കെ അവരുടെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ വളരെ ശക്തമാണ്. അവർ ഫീലിങ്സുകൾ തുറന്ന് പറയാനായിട്ട് മടിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഫീലിങ്സുകൾ അവർ തുറന്ന് പറയുന്നില്ല.
അത് തന്നെയാണ് നമുക്കിവിടെ എംബറ കാർഡിലും ക്യൂൺ ഓഫ് സോർട്സും മനസ്സിലാക്കി തരുന്നത്. പിന്നെ നമുക്കിവിടെ 9 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു 9 ഓഫ് കപ്സ് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അവരുടെ ഒരു ശരിക്കും അവരുടെ ഒരു ആഗ്രഹം നിറവേറിയ പോലത്തെ ഒരു വ്യക്തിയാണ്. അതായത് ഒരു വിഷ് ഫുൾഫിൽമെന്റ് പോലെയാണ് അവർക്ക് തോന്നുന്നത് നിങ്ങളോടുള്ള, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളോടൊപ്പം അവർക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ആയിരുന്ന സമയത്തെല്ലാം അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. നിങ്ങൾ അവർക്കൊരു ശരിക്കും പറഞ്ഞ ഒരു സന്തോഷത്തിന്റെ ഉറവിടം എന്നൊക്കെ പറയില്ലേ, ഹാപ്പിനെസ് സോഴ്സ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ഒരു 9 ഓഫ് കപ്സ് പറഞ്ഞിരുന്നത്. പിന്നെ വരുന്നത് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോടുള്ള അവരുടെ ഒരു ഫീലിങ്സുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഈ ഒരു ലാസ്റ്റിൽ വരുന്ന കാർഡുകളിൽ നമ്മൾ ഈ ഒരു തേർഡ് പാർട്ടികളുള്ള ഫീലിങ്സുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ 10 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, പിന്നെ 5 ഓഫ് സോർട്സ്, 2 സോർട്സിന്റെ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ ഈ തേർഡ് പാർട്ടിയും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷനിൽ വളരെയധികം ഒരു പെയിന്, ഒരു ഫൈറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അവർ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം ഈ ഒരു തേർഡ് പാർട്ടിയുമായുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം ഹേർട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ടോക്സിക് സിറ്റുവേഷനിൽ ആണ് അവർ ഇപ്പോഴുള്ളത്. അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത് എന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് വരുന്ന തേർഡ് കാർഡ് അത് ഹാങ്ഡ് മാന്റെ എനർജിയാണ്. അപ്പം അവര് ഇവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നു, ഈ ഒരു തേർഡ് പാർട്ടിയിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. മൂവ് ഓൺ ചെയ്യാനും അവർക്ക് കഴിയുന്നില്ല, സന്തോഷത്തോടെ ഇരിക്കാനും കഴിയുന്നില്ല. ഒരു ശരിക്കും പറഞ്ഞാൽ അവരിവിടെ ഒരു സാക്രിഫൈസ് എനർജിയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഫാമിലിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ ഒരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ കൊടുത്തു പോയി ഇനി അവിടെ നിന്ന് പോകാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ചിലരുണ്ട്, നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വ്യക്തിയെ സ്നേഹിച്ചു പോയി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു പോയി, അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നു. അപ്പൊ അവര് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ തന്നാലും നമുക്ക് ആ ഒരു വ്യക്തിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാരണം ആ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് മാറാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ നോക്കുകയാണെങ്കിൽ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും ഇല്ല, ഒന്നുമില്ല എങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു. പക്ഷെ അവിടെ ഒരു ശരിക്കും ആ വ്യക്തി ഒരു സാക്രിഫൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ ഒരു ഫസ്റ്റ് പൈല സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ആരെയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു മനോഭാവം ഈ ഒരു രീതിയിലാണ്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ 10 ഓഫ് പെന്റക്കിൾസും അതുപോലെ ജസ്റ്റിസ് കാർഡും വന്നിട്ടുണ്ട്. ഈ 2 കാർഡുകൾ കോമ്പിനേഷൻ കാണിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുമായുള്ള ബന്ധം ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആകാം, ഫാമിലി, മാരേജ്, ആ ഒരു ഡ്യൂട്ടി, അങ്ങനെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് ആകാം. അപ്പം ജസ്റ്റിസ് പറയുന്നത് ഇതൊരു ശരിക്കും കാർമിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഇവിടെ ഒരു കടമയും ഉത്തരവാദിത്വവും ഒക്കെ നിറവേറ്റുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ്. ആ ഒരു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഉത്തരവാദിത്തത്തിന്റെയും കടമയുടെയും ഒക്കെ പേരിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും നിന്നു പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ അവരെ മൊത്തത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഒരു ഫുൾ മൈൻഡോട് കൂടി നല്ല ഹാപ്പി ആയിട്ട് ഒന്നുമല്ല ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഇത് ശരിക്കും ഡീപ്പ് ഇമോഷണൽ എനർജി എന്ന് തന്നെയാണ്. അപ്പൊ ഇത് പ്യുവർ ലവ്, കെയർ, ഇമോഷണൽ ഡെപ്തിനെയൊക്കെ കാണിക്കുന്നത്. ഇത് കൂടുതൽ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ സത്യമായിട്ടും സിൻസിയർ ആയിട്ടും ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിരുന്ന 3 ഓഫ് വാണ്ട്സിന്റെ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3 ഓഫ് വാണ്ട്സിനെ സപ്പോർട്ട് ചെയ്താണ് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുള്ളത്. അപ്പം അവര് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. അവരോ ആരോടൊപ്പം മുന്നോട്ട് പോകണം എന്ന് അവർക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളോട് അവർക്ക് റിയൽ ആയിട്ടുള്ള സ്നേഹമുണ്ട്, അട്രാക്ഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയോട് അവർക്ക് പെയിന്, തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർക്ക് ഹേർട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ കാർമിക് ബോണ്ടും ഉള്ളത് കൊണ്ട് അവരവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, അവർ സ്റ്റക്ക് ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഹാർഡ് ലെവലിൽ അവർ നിങ്ങളിലേക്ക് കൂടുതൽ വരാനായിട്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ നടുക്കൊരു വ്യക്തിയെ നിർത്തിയിട്ട് 2 സൈഡിലേക്കും വലിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് കൂടുതലായിട്ടുള്ള ഒരു വലി അവിടെ ഉണ്ടാകുന്നത്, നിങ്ങളിലേക്ക് വരാനായിട്ടാണ്. അപ്പോൾ നിങ്ങളാണ് അവരുടെ സന്തോഷവും ഇമോഷണൽ കണക്ഷനും എല്ലാം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ തേർഡ് പാർട്ടിയാണ് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു കടമ, ഉത്തരവാദിത്തം, ഈ ഒരു രീതിയിൽ അവരത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അവരിപ്പോൾ ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുമില്ല. അവര് രണ്ടിനും ഇടയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാർഡിൽ തന്നെ നമുക്കൊന്ന്, ഈ ഒരു റീഡിങ്ങിൽ തന്നെ നമുക്കൊന്ന് നോക്കാം അവര് അവസാനം ആരെ തിരഞ്ഞെടുക്കും എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ കാഴ്ചകൾ പ്രകാരം ഒരു
ക്വിക്ക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല അവർ എടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആരെ തിരഞ്ഞെടുക്കും എന്ന് പറയുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ടാവും. നിങ്ങളെയാണോ തേർഡ് പാർട്ടിയാണോ അവർ തിരഞ്ഞെടുത്ത് എന്താണെങ്കിലും അതിന് കുറച്ച് ഡിലേ ഉണ്ടാവും. പിന്നെ എംബർ, ജസ്റ്റിസ്, അതുപോലെ ഹാങ്ഡ് മാൻ എനർജി, ഈ 3 കാർഡുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവർ ആദ്യം ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി, സൊസൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ തേർഡ് പാർട്ടിയുടെ സൈഡിൽ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ 10 ഓഫ് സോഴ്സും അതുപോലെ 5 ഓഫ് സോഴ്സും ഓൾറെഡി ആ ഒരു ബന്ധത്തിൽ ഡാമേജ് ഉണ്ടെന്ന് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊരു ലോങ് ടൈം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയാണ്. അപ്പൊ പിന്നീട് ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഇമോഷണൽ പുള്ള് വളരെയധികം വലിയുള്ളത് നിങ്ങളുടെ സൈഡിലേക്കായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനാൽ തന്നെ ഇവിടെ നമുക്ക് ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ഒരു അവരുടെ ഹൃദയത്തെ അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചാൻസസ് ആണ് കൂടുതലുള്ളത്. പക്ഷെ അത് കുറച്ച് ഡിലേ ആയിട്ട് കുറച്ചൊരു സ്ട്രഗിൾസ് ഒക്കെ കഴിഞ്ഞ് മാത്രമേ അവർ നിങ്ങളിലേക്ക് വരൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം. എടുത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ 1980 എന്ന് പറയുന്ന ഒരു വർഷം വരുന്നുണ്ട്. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ഹോണസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. റൈഡിങ് ഒക്കെ പോകാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. മ്യൂസിക്, ഈ ഒരു റിലേഷൻഷിപ്പിനും മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ വരുന്നുണ്ട്. നമ്പർ 45 വരുന്നുണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ വരുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തികളായിരിക്കാം. സപ്പോർട്ടീവ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. ഗോൾഡൻ കളർ, അതുപോലെ തന്നെ ഗ്രീൻ കളർ. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. 1977 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. നമ്പർ 29 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 53 കിട്ടുന്നുണ്ട്. ലെറ്റർ Y നമുക്ക് കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ല. ഓക്കെ, 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 7 days എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ക്രേസി എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുത്തിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാകാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ റീഡിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് പയൽ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇതാണ്. ഏസ് ഓഫ് വൺസ് ആണ്. സെക്കൻഡ് പയൽ ഏസ് ഓഫ് വൺസ് ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള ഫീലിങ്സുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടും തേർഡ് പാർട്ടിയോടും ഉള്ള ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോടുമുള്ള ആ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. സെക്കൻഡ് കാർഡ് 3 ഓഫ് കപ്സ്, അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡ് കിട്ടുന്നുണ്ട്. 2 ഓഫ് സോർഡ്സ്, ജസ്റ്റിസ് കാർഡ്, 8 ഓഫ് wands. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് 5 ഓഫ് സോർഡ്സ്, 2 ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, 4 ഓഫ് കപ്സ്, ദ ഹൈ പ്രീസ്റ്റസ് കാർഡ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ സെക്കൻഡ് പയൽ ഏസ് ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന കാർഡ് സെക്കൻഡ് പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു സ്പ്രെഡ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇതാണ്. നമുക്ക് നോക്കാം.
അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് പേജ് ഓഫ് പെൻറ്റക്കിൾസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ 2 ഓഫ് കപ്സ്, പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഒരു കാർഡും കൂടി നമുക്ക് 3 കാർഡുകൾ നോക്കാം. ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ലോലി ആണെങ്കിലും ജെന്യൂൻ ആയിട്ട് അവർ ഈ ഒരു ബന്ധം ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന പേഴ്സൺ. അവർ നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് തന്ന് ഒരു സീരിയസ് കണക്ഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ 2 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള ഇമോഷണൽ ബോണ്ടിങ് റിയൽ ആണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്കിവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ അവർ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും അതുപോലെ നിങ്ങളെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ഒരു ലോങ് ടൈം പാർട്ട്ണർ മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് ജീവിതാവസാനം വരെ ഒരു മാരേജിലൂടെ നിങ്ങളെ സ്വന്തമാക്കി അങ്ങനെ ജീവിതാവസാനം വരെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അത്തരത്തിലുള്ള ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, അതുപോലെ ഹൈ പ്രിസ്റ്റസ് കാർഡും കാണാനായിട്ട് വരുന്നത്. അപ്പൊ അവരുടെ ഫീലിങ്സ് വളരെയധികം ഡീപ്പാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരത് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഒരു ഇതായിട്ട് നമുക്ക് പറയുന്നത്. പിന്നെ ഹൈ പ്രിസ്റ്റസ് കാർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് ഉള്ളത് ഉള്ളിന്റെ ഉള്ളില് ഒതുക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണ്. അവർക്ക് ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷെ അതെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു സ്നേഹമാണ്. സ്ട്രെങ്ത് കാർഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫീലിങ്സ് വളരെയധികം സ്ട്രോങ് ആണ്, പക്ഷെ അവർ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം, ഇപ്പോൾ നിങ്ങൾ ഏതൊരു വ്യക്തിയാണോ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ജെന്യുവിൻ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. 8 ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്, ഒരു ഫയർ എനർജി ആണ് കാണിക്കുന്നത്. അപ്പം ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ, ഇവിടെ നമുക്ക് ഏസ് ഓഫ് വാൻസും കൂടെ വന്നിട്ടുണ്ട്. 2 ഫയർ എനർജിയാണ്. അപ്പോൾ 8 ഓഫ് വാൻസ് പറയുമ്പോൾ ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സഡൻ ആയിട്ട് വന്ന് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസസ്, ഇത് രണ്ടുമാണ് 8 ഓഫ് വാൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏസ് ഓഫ് വാൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു, ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു സൈലൻസിലോ ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിലായിരിക്കാം. അപ്പോൾ വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആരെയാണോ ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവരെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു, അതോടൊപ്പം തന്നെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. ഫ്യൂച്ചർ നിങ്ങളോടൊപ്പം ചേർന്നുള്ള ഒരു ഫ്യൂച്ചർ അവർ മുന്നിൽ കാണുന്നു. പക്ഷെ അവരിപ്പോഴും ഫുള്ളി തുറന്ന് നിങ്ങളോട് ഒരു കാര്യങ്ങളും പറയാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പറയുന്നില്ലാത്ത, എക്സ്പ്രസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം പേഴ്സണ് ഇവിടെ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വ്യക്തിയാകാം, ഒരു സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു തേർഡ് പാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് നോക്കുവാണെങ്കിൽ 3 ഓഫ് കപ്സ് ഉണ്ട്, നമുക്ക് പേജ് ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പം ഈ ഒരു കണക്ഷൻ കൂടുതലായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ ഉള്ളത് ഒരു കാഷ്വൽ ആയിട്ടുള്ള രീതിയിലുള്ള കണക്ഷൻസ് ആകാം. കുറെ ആളുകൾക്ക് ഇതൊരു ടൈം പാസ് വൈബ് എന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ ആകാം. അപ്പം ഇവിടെ ഒരു പേജ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട്, നമുക്കിപ്പോൾ ചിലരോടൊക്കെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നും, ഒരു കൗതുകം തോന്നും, എന്താണ് ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ, അങ്ങനെയൊക്കെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണെ ഒരു തേർഡ് പാർട്ടിയെ സെലക്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ സോപ്പിട്ട് നിർത്തുക എന്നൊക്കെ പറയുന്നത്, ആ രീതിയിൽ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. ഇൻമെച്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് പലപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്സും വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാതെ ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുള്ളത് പോലെയോ അങ്ങനെയുള്ള ടോക്സുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ 4 ഓഫ് കപ്സും 2 ഓഫ് സോഡ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷനോ അതല്ലെങ്കിൽ ഒരു പൂർണ്ണതയോ ഒരു സന്തോഷമോ ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ 4 ഓഫ് കപ്സ് കാണിച്ചു തരുന്നതാണ്. ശരിക്കും ഒരു ബോർ തന്നെയാണ് ആ ഒരു തേർഡ് പാർട്ടിയോട് കൂടി ഇരിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ ഇവർക്ക് മറ്റൊരു സൈഡിൽ എന്തൊക്കെയോ ഈ ഒരു തേർഡ് പാർട്ടിയെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നേടിയെടുക്കാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തേർഡ് പാർട്ടിയെ അവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു തേർഡ് പാർട്ടിയിലേക്കുള്ള ഇൻട്രസ്റ്റും ഇവർക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
പിന്നെ 2 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്. ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇനിയും ഈ ഒരു തേർഡ് പാർട്ടിയെ ഞാൻ ഹോൾഡ് ചെയ്ത് നിർത്തണമോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. 5 ഓഫ് സോർട്സിലേക്ക് വരുമ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരു ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് തേർഡ് പാർട്ടിയും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൽ. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർക്ക് കുറേ നാളിങ്ങനെ അവരെ ഒരു കാഷ്വൽ ടോക്കിലൂടെയും അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇത് ഒഴിവാക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഇത് ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്ന് ഈ ഒരു തേർഡ് പാർട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഈഗോ ക്ലാഷസും ആർഗ്യുമെന്റ്സും മൈൻഡ് ഗെയിംസ് ഒക്കെ നടക്കുന്നുണ്ടാവാം. ഇപ്പൊ ഒരു ഹെൽത്തിയായ രീതിയിലല്ല ഈ റിലേഷൻഷിപ്പ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ടെമ്പററി ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള കണക്ഷനിലുണ്ട്, ഈ ഒരു തേർഡ് പാർട്ടിയുമായി കണക്ഷനുണ്ട്. വളരെ ഒരു ഡെപ്ത് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റിസ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത് അവർ ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നുള്ള ഒരു ഇന്റേണൽ ആയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രഗിൾ അവർക്ക് നടക്കുന്നുണ്ട്. അവര് ശരിയായ ചോയ്സ് എടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ ഇവിടെ മറഞ്ഞിരിക്കുന്ന കുറെ സത്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു 2 ഓഫ് കപ്സും ക്യൂൻ ഓഫ് പെന്റക്കിൾസും നമുക്കിവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഹൃദയം ശരിക്കും പറഞ്ഞാൽ നിങ്ങളിലേക്ക് തന്നെയാണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് അവര്. അപ്പം പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ബ്രെയിൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ട് 2 ഓഫ് സോൾസ് വരുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഒരു ടെമ്പററി ഡിസ്ട്രാക്ഷൻ മാത്രമാണ് എന്ന് നമുക്ക് 3 ഓഫ് കപ്സും അതുപോലെ 4 ഓഫ് കപ്സും വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അവരുടെ ശരിക്കും റിയൽ കണക്ഷൻ അല്ലെങ്കിൽ റിയൽ ആയിട്ട് അവർ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഫേസ് മാത്രമാണ്. അവരിപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആ ഒരു ഔട്ട്കം, അതായത് ഇവരുടെ ഫൈനൽ ഡിസിഷൻ എന്താണെങ്കിലും നിങ്ങൾക്ക് ഫേവർ ആവുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് പാല് സെലക്ട് ചെയ്തിരിക്കുന്നവർക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിംഗിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ ഫുട്ബോൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ലോങ് നെയിൽ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 42, നമ്പർ 51, വിത്തിൻ 72 hours ഇതൊരു പോസിബിലിറ്റി ആണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 33, മാർച്ച് മന്ത്. അതുപോലെ തന്നെ മോൾ ഓൺ റൈറ്റ് സൈഡിലെ കവിളിലെ മറുകളിലെ വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. മോൾ ഓൺ ലെഫ്റ്റ് സൈഡിലെ മറുകളിലെ വ്യക്തികളാകാനും ചാൻസസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ കവിളിലെ മറുകളിലെ വ്യക്തികൾ. ഓക്കെ, 1 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 8 of wands വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്കൊരു കോളോ ഒരു കോണ്ടാക്റ്റോ ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ലെറ്റർ I നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 24, അതുപോലെ നേച്ചർ, പ്രകൃതിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. 1976, ഫ്ലവേഴ്സ്. ഓക്കെ, ലെറ്റർ T, പർപ്പിൾ കളർ. നമ്പർ 34, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലെറ്റർ യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. 1984, അതുപോലെ തന്നെ എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ എബ്രോഡുള്ള ആളുകളായിരിക്കാം. 1999 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ. 1986, ലെറ്റർ H. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.